ഇന്ന് പെരുന്നാളിൻ്റെ അവധിയായതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളൊക്കെ എന്തെടുക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ആ ഒരു കാഴ്ച നിങ്ങളെയും കാണിക്കാമെന്ന് കരുതി. അപ്പം ഞാൻ ആദ്യം ചെന്നത് നമ്മുടെ നിത്യവഴുതനയുടെ അടുത്തായിരുന്നു. നിത്യവഴുതന നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് നമുക്ക് വിത്ത് കിട്ടിയ സമയത്ത് നമ്മൾ വേറൊരു സ്ഥലത്താണ് ഇതുകൊണ്ട് പാകി വെച്ചിരുന്നത്. അത് പാകി അതിന് നമുക്ക് പന്തലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വേണമായിരുന്നു. കാരണം ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പടരുന്ന ഒരു ചെടിയാണ്, നന്നായിട്ട് പടർന്നു പോകും. അപ്പോൾ നമ്മൾ നല്ല ബലത്തിൽ ഒന്നുകിൽ പന്തലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതുപോലെ പടർന്ന് കയറാനായിട്ടുള്ളൊരു സ്ഥലം വേണം. അപ്പം നമ്മൾ ആദ്യം നട്ട സ്ഥലത്ത് ഇതുപോലെയുള്ള വലിയ ബലം ഉണ്ടായിരുന്നില്ല. ഞാൻ കെട്ടിക്കൊടുത്ത ഒരു കയറൊക്കെ വെച്ച് ഞാനൊന്ന് കെട്ടിക്കൊടുത്തെങ്കിലും വളർന്നു വരുന്ന സമയത്ത് അതിന് വലിയ ശക്തി, അത് ഇത്രയും ചെടികളൊക്കെ താങ്ങാനുള്ളൊരു ശക്തി അതിനില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാറ്റും മഴയൊക്കെ പിന്നാലെ വരുമല്ലോ മഴക്കാലമൊക്കെ ആയിക്കഴിയുമ്പോൾ, അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ മാറ്റിയതാണ്. മാറ്റിയിട്ട് നമ്മൾ കയറ്റി വിട്ടത് നമ്മുടെ ശീമക്കൊന്നയില്ലേ, ശീമക്കൊന്ന ചെടിയുടെ മുകളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങ ഉണ്ടായിരുന്നു ചെറിയൊരു ഇത്. പക്ഷേ മുരിങ്ങയുടെ മുകളിലേക്ക് നമ്മൾ പടർത്തി വിട്ടിട്ട് ഇത് മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് അത് ഒരുപാട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊന്നും പറിക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് മുകളിലേക്ക് പോയത് അവിടെ വെച്ച് ഞാനത് മുറിച്ച് കളയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മുടെ വയലറ്റ് പയർ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയലറ്റ് പയർ നട്ടതിൻ്റെ അങ്ങോട്ടേക്കും പടർത്തി വിട്ടിരുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിത്യവഴുതനയിൽ പൂവുണ്ടായി കണ്ടു. അപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വിത്ത് കൊണ്ടുവന്ന് നട്ട് അതിലൊരു പൂവൊക്കെ ഉണ്ടായി കാണുകയെന്ന് വെച്ചാൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ നോക്കിയപ്പം ഇതിന് വലിയ കീടബാധയൊന്നും ഏറ്റിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് നിത്യവഴുതന ശ്രദ്ധിക്കാറില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലി തിരക്കുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ദിവസവും നമുക്ക് ഇങ്ങനെ ചെടിയുടെ അടുത്ത് പോയി അതിനെ നോക്കാനോ പിടിക്കാനൊന്നും സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, എന്നാൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള ഒരു എന്താ പറയുക, ഒരു നല്ലൊരു കൃഷി ചെയ്യാനായിട്ടുള്ളൊരു ഇതാണ് ഈ നിത്യവഴുതന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വലിയ കാര്യമായുള്ള ശ്രദ്ധയൊന്നും കൊടുത്തില്ലെങ്കിലും ഇത് നന്നായിട്ട് വളർന്നോളും. അപ്പോൾ അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ് ഞാൻ. ഇതുണ്ടല്ലേ, ഇലയൊക്കെ നല്ല വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് അത്യാവശ്യം അതിന് കയറിപ്പോകുന്ന വശങ്ങളിലേക്കെല്ലാം അത് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത്രയും സ്പേസും കാര്യങ്ങളും ഒക്കെ വേണം ഇന്ന രീതിയിൽ അതിൻ്റെ പോക്ക്. അപ്പം നമ്മൾ അത്രയും സ്ഥലവും കാര്യങ്ങളും മുൻകൂട്ടി കണ്ടിട്ട് വേണം ഇതൊക്കെ നട്ടു കൊടുക്കാൻ. കാരണം അത്യാവശ്യം അതിന് കിട്ടുന്ന സ്ഥലങ്ങളിലോട്ടൊക്കെ അത് പടർന്നു പോകും. അപ്പം പേരിൽ നിത്യവഴുതന എന്ന് പറയുന്ന പോലെ നിത്യം കിട്ടിയില്ലെങ്കിലും ഒന്നരാടുമെങ്കിലുമൊക്കെ വഴുതന ഉണ്ടാവും എന്നുള്ള സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ ഇതിന് സൂപ്പർ മീലും അതുപോലെ തന്നെ സ്ലറി പച്ചച്ചാണകം കലക്കി ഒഴിക്കാൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഇനിയുള്ള വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും.